വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. ഇപ്പോൾ സമയം രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളായിട്ട് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചൊരു സാധനം ഇന്ന് രാവിലെ എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 7 മണി സമയത്താണ്, 7 മണി 8 മണി ആകുമ്പോഴാണ് എൻ്റെ കയ്യിൽ എത്തിയത്. പക്ഷെ ഞാൻ അപ്പം അൺബോക്സ് ചെയ്തില്ല. കാരണം ഇന്ന് എനിക്ക് 2-3 ഷൂട്ട് ഉണ്ടായിരുന്നു തൃശ്ശൂരൊക്കെ ആയിട്ട്. അപ്പോൾ നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൺബോക്സ് ചെയ്യാൻ ഒരു നേരം കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു വന്നിട്ട് മെല്ലെ സമയം എടുത്ത് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ സാധാരണ ഞാൻ ഇതുപോലെ അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടാണ് അൺബോക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചൊരു സാധനം എൻ്റെ കയ്യിൽ എത്തിയേക്കാണ്. പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് എത്തിയൊരു സംഭവമാണ് ഈ ഒരു ഗിഫ്റ്റ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിംബലാണ് കേട്ടോ. ഞാൻ കുറേ ആയി വിചാരിക്കുന്ന ഒരു ഗിംബൽ വാങ്ങണമെന്ന്. നോർമൽ നമ്മൾ ട്രൈപോഡ് അല്ലെങ്കിൽ ഫോണിൻ്റെ സ്റ്റാൻഡ് ഞാൻ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുന്ന ഒരു 200 രൂപയുടെ ബഡ്ജറ്റിൽ വരുന്ന സ്റ്റാൻഡാണ്. അതിലധികം എന്താ പറയുക, ജസ്റ്റ് ഒരു സ്റ്റാൻഡ്, കുറച്ച് അത്യാവശ്യം നമുക്ക് ലെങ്ത് ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ്, പിന്നെ ഒരു റിമോട്ട് വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ നോർമലി സാധാരണ ഞാനാണ് വീഡിയോ എടുക്കാറുള്ളത്. വേറെ ആരും എന്നെ ഹെൽപ്പ് ചെയ്യാറില്ല വീഡിയോ എടുക്കുമ്പോൾ. എനിക്കങ്ങനെ ചിലർ വീഡിയോ എടുത്ത് തരുമ്പോൾ എനിക്ക് അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമാവാറില്ല. എനിക്ക് ഞാൻ തന്നെ ഇങ്ങനെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ബാക്ക് ക്യാമറയിലൂടെ എടുക്കുമ്പോൾ എനിക്ക് അത്ര കിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഞാൻ ഇങ്ങോട്ട് നീക്കി വെക്കണം, ഇങ്ങോട്ട് നീക്കുമ്പോൾ ഇങ്ങോട്ട് നീക്കി വെക്കണം, അങ്ങനെയാണത് നമ്മൾ നീക്കി വെക്കണം. പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കലി നീങ്ങും. അതാണ് മെയിനായിട്ട് ഞാൻ ഇതിലെ കണ്ടുപിടിച്ചൊരു സംഭവം. ഞാൻ അൺബോക്സ് ചെയ്തില്ല കേട്ടോ, കാരണം ഇത് കുറേ നാളായിട്ട് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷ് ലിസ്റ്റിലൊക്കെ ഇങ്ങനെ ഇട്ടൊരു സാധനമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താ പറയുക, സ്മാർട്ട് ഫോൺ സ്റ്റെബിലൈസറാണ്. DJI Osmo Mobile SE. ഇതങ്ങ് ലണ്ടനിൽ നിന്നിട്ടാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് വന്നത്. ആരാ തന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. ലണ്ടനിൽ നിന്ന് വന്നൊരു ഗിഫ്റ്റാണ്. അങ്ങ് വിമാനം കയറി വന്നതാണ്. കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചൊരു സംഭവം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. എനിക്കങ്ങനെയായിരുന്നു കേട്ടോ. രാവിലെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇത് അൺബോക്സ് ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ വീട്ടിൽ പോയിട്ട് വേണം അൺബോക്സ് ചെയ്യാൻ എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ. ഫൈനലി എന്തായാലും ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു ഗിഫ്റ്റ് തന്നത് വേറെ ആരുമല്ല, എൻ്റെ ചേച്ചീനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടനാണ്. മനുവേട്ടനാണ് എനിക്കിത് ഗിഫ്റ്റ് ചെയ്തത്. താങ്ക് യു മനുവേട്ടൻ. അപ്പോൾ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചേച്ചിയോടായാലും മനുവേട്ടനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു, വിച്ചുനോടായാലും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു ഗിംബിൽ വാങ്ങണം. ഇപ്പോൾ ഷൂട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും ഇങ്ങനത്തെ സ്റ്റാൻഡൊക്കെ വെച്ച്, അതായത് ഗിംബിലൊക്കെ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടിയും സ്റ്റെബിലൈസിങ്, അതായത് ഇങ്ങനെ ഷെയ്ക്ക് ആവാണ്ട് നമുക്ക് വീഡിയോ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗിംബിൽ മേടിക്കണം. പേയ്മെൻറ്റ് നമുക്ക് കിട്ടാൻ പേയ്മെൻറ്റൊക്കെ കൂട്ടി വെച്ച് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് ഞാൻ കണ്ടത് 10K അടുത്ത് വരുന്നുണ്ട്. ചേട്ടൻ എത്ര കൊടുത്തിട്ടാണ് വാങ്ങിയതെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. എന്തായാലും കുറേ നാളായിട്ട് മേടിക്കണം വിചാരിച്ചൊരു സാധനമായിരുന്നു. താങ്ക് യു ചേച്ചി ആൻഡ് ചേട്ടൻ. ഭയങ്കര ഇഷ്ടമായിട്ട്, ഭയങ്കര സന്തോഷമായി ഇത് കിട്ടിയപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്താലോ. പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ലണ്ടനിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ഗിഫ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സ് പോലും മാറിയിട്ടില്ല കേട്ടോ. ഇന്നൊരു ഷൂട്ടിന് പോയപ്പോൾ ഒരു കടയിൽ കയറി. അപ്പോൾ അവർ 2-3 ഡ്രസ്സ് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇട്ടൊരു ഡ്രസ്സാണിത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പോൾ ഞാനതപ്പം തന്നെ മേടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് ഒന്ന് അരിച്ചു വയ്ക്കേണ്ടത്. ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഗൈസ്, ഇതിങ്ങനെ തുറക്കുക. എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, ഈ തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതിപ്പോൾ എങ്ങനെ തുറക്കും? വെയിറ്റ്, ഞാനിതൊന്ന് തുറന്നിട്ട് വരാം കേട്ടോ. ഗൈസ്, ഫൈനലി ഞാൻ തുറന്നു. പ്ലെയിൻ ഒന്നുമില്ല ഗൈസ്. തുറക്കാം. എനിക്ക് വിഷമമാണ്. ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിച്ചൊരു സാധനമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ വീട്ടിലായാലും പറയുന്നുണ്ടായിരുന്നു എനിക്കിത് വാങ്ങണം എന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം, എൻ്റെ പൈസ കൊണ്ട് വാങ്ങാൻ തന്നെയായിരുന്നു പ്ലാൻ. എന്തായാലും ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തു. കാരണം ഞാൻ തന്നെയാണ് ഫോൺ വാങ്ങിയത്, മൈക്ക വാങ്ങി. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. പക്ഷെ അതെനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ നോക്കി മേടിക്കേണ്ടത്. ഫോണായാലും മൈക്ക മേടിച്ചതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക പ്രൊമോഷൻ ഷൂട്ടൊക്കെ കിട്ടി തുടങ്ങിയത് കേട്ടോ. എന്താ ഒരു ഭയങ്കര ഭാഗ്യമുള്ളൊരു മൈക്കാണ് എൻ്റെ അടുത്തുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം കേട്ടോ. ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ, ഞാൻ താഴത്ത് വെച്ചിട്ട്. ഇതൊക്കെ ഇനി ഓരോന്ന് ഞാൻ പൊട്ടിച്ച് നോക്കേണ്ടി വരും കേട്ടോ. ഇത് എനിക്ക് രണ്ടും കൂടി പറ്റില്ല. ഞാൻ താഴത്ത് വെക്കുന്നുണ്ട് കേട്ടോ.
ഇത് സ്റ്റിക്കി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് മറ്റേ സ്റ്റാൻഡാണ് കേട്ടോ, കണ്ടോ. നമുക്ക് നോക്കി ഉപയോഗിക്കണം, നല്ല അത്യാവശ്യം നല്ല റേറ്റുള്ള സാധനം. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഫാൻ പോലല്ലേ, ഫാൻ പോലെ തോന്നുന്നു എനിക്ക്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് എടുക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ അടിയിൽ കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മെയിൻ പാർട്ട്. ഓക്കെ, ഓ മാഗ്നറ്റാണ്, നോക്കൂ. മാഗ്നറ്റാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം. ഗൈസ്, ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഉണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നുണ്ട്. എനിക്കിത് കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ. പിന്നെ ഇത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമെന്ന് അറിയാം. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യും, കണ്ടോ. ഇത് ഇങ്ങനെയും റൊട്ടേറ്റ് ചെയ്യും, ഫുൾ റൊട്ടേഷനാണ്. പിന്നെ കണ്ടോ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോണിലൊരു ആപ്പ് നമ്മൾ കയറ്റണം. അപ്പോൾ ആപ്പ് ത്രൂ ആണ് ഇത് കണക്റ്റ് ആവണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതവിടെ സ്വിച്ച് ഉണ്ട്, ഇവിടെ സ്വിച്ച് ഉണ്ട്. പിന്നെ ഒന്നുമില്ല തോന്നുന്നത്. ഇവിടെ എന്തോ ഒരു കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാർജിങ് തോന്നുന്നുണ്ട്. ഇവിടെ ചാർജ് കറക്റ്റായിട്ടൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പതിയെ പഠിക്കാമല്ലേ. ഇതെന്തൊരു ഇത്ര നോക്കാനുള്ള പീസ് ഉണ്ടല്ലോ. എനിക്കിതിൻ്റെ തോന്നുന്നു ഇതിൻ്റെ ബാഗാണ് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ബാഗ്, പക്ഷേ ഇതിൻ്റെ ബാഗ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. നോർമൽ ഒരു ബാഗ്, സാധാ ബാഗ്, കണ്ടോ. ഞാൻ പുറത്തേക്ക് എടുക്കുന്നില്ല കേട്ടോ, ഞാനിത് ഇങ്ങനെ തന്നെ വെക്കുകയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഇന്നൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എടുക്കാം. എനിക്ക് ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമേ ഇത്ര കെയറൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ എല്ലാവർക്കും അറിയാം, എന്നെ അറിയുന്നവർക്ക് അറിയാൻ പറ്റും. ഭയങ്കര ആദ്യത്തെ ദിവസം എന്ത് മേടിച്ചിടുന്നാലും ഞാൻ കുറച്ച് പിന്നെ എടുത്തേക്കാം, കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ എടുത്തേക്കാം. പിന്നെ അങ്ങോട്ട് ഇതാവും. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇനി ഞാൻ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ ഇതിലും വ്ളോഗ് എടുക്കാം. പക്ഷെ ഇപ്പോൾ വ്ളോഗൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്, ഷൂട്ടും കാര്യങ്ങളൊക്കെ പോണ കാരണം. സൂപ്പർ, എനിക്കിഷ്ടമായി. താങ്ക് യു. ഞാൻ എത്ര വട്ടമായി താങ്ക് യു പറഞ്ഞു. താങ്ക് യു എത്ര പറഞ്ഞാലും മതിയാവില്ല, കാരണം ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ചൊരു സാധനമാണ്. എനിക്ക് ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തത്. ഇവിടെ ഒട്ടി, അയ്യോ ഇതിവിടെ ഒട്ടിക്കണ സാധനമായിരുന്നു. ഇവിടെ ഫോൺ വെക്കുക തോന്നുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം ഇവിടെ ഫോൺ വെക്കാം. ഇവിടെ കണ്ടോ ഒരെണ്ണം ഇങ്ങനെ എക്സ്പാൻഡ് ആവണം. ഞാൻ പഠിച്ചു ഗൈസ്. ഓക്കെ, ഇതിന്മേൽ ഞാൻ അധികം പിടിച്ചിരിക്കുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നൊരു ഫ്രണ്ട്. അപ്പോൾ അവന് കുറച്ചും കൂടി ഇതിനെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ ഞാൻ അധികം അറിയില്ല എനിക്ക്. അപ്പോൾ അവൻ വന്നിട്ടൊന്ന് ശരിയാക്കി തരട്ടെ. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ എന്ത് മേടിച്ചാലും നിങ്ങളെയും കൂടി കാണിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതും കൂടി നിങ്ങളെ കാണിച്ച് അൺബോക്സ് ചെയ്യാമെന്ന്. ഞാനും ഇപ്പോഴാണ് കാണുന്നത്, ഞാൻ അതിന് മുന്നേ ഒന്നും അൺബോക്സ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനും ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഇതിൽ വ്ളോഗ് എടുക്കാൻ പഠിക്കണം, അതാണ് കുറച്ചധികം പണിയും തോന്നുന്നുണ്ട്. കാരണം കുറച്ചധികം ഉണ്ട് ഇത് പഠിക്കാനായിട്ട്. ഇത് സെറ്റ് ചെയ്യാൻ തന്നെ കുറച്ചുണ്ട് തോന്നുന്നു കേട്ടോ. ഇത് ആകെ കിടന്ന് ഇളകുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെയാണോ അതോ എന്തെങ്കിലും എവിടെയെങ്കിലും വെക്കാൻ സ്റ്റക്കായിട്ട് നിൽക്കാനുള്ളതുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ എനിക്ക്. എന്തായാലും എനിക്ക് ഇഷ്ടമായി, കാണുമ്പോൾ തന്നെ ഒരു സുഖം. എനിക്ക് തോന്നുന്നു ഇതിനൊരു സ്റ്റാൻഡ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ സ്റ്റാൻഡ്. ഇതൊക്കെ ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ളതായിരിക്കും കേട്ടോ. നമുക്ക് ഫിറ്റ് ചെയ്യാമല്ലേ. ഇതെനിക്ക് ഫിറ്റ് അറിയാം, ഇതൊക്കെ എനിക്കറിയാം. നമുക്ക് ട്രൈപോഡ് പോലെ യൂസ് ചെയ്യുമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട്. എനിക്കിങ്ങനെ കാണുമ്പോൾ മൈക്രോസ്കോപ്പ് പോലെയൊക്കെ തോന്നുന്നു. എവിടെ കൊണ്ടാണാവോ, എനിക്കിഷ്ടമായി. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇത് ഊരിയിട്ട് സെൽഫി സ്റ്റിക്ക് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് യൂസ് ചെയ്യാം. ട്രൈപോഡ് പോലെ യൂസ് ചെയ്യാം എവിടെയെങ്കിലും വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഇത് ഹൈറ്റ് ഒന്നും കൂട്ടാൻ പറ്റില്ല. ഇല്ല, ഇത് ഇത്ര തന്നെയുള്ളൂ, ഇത് ഇത്ര ലെങ്ത് തന്നെയുള്ളൂ കേട്ടോ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പഠിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ, ഗുഡ് നൈറ്റ്.